തന്നെയുമല്ല, ഈ കുട്ടിക്ക് അവരുമായി ബന്ധമില്ല എന്നുള്ള സത്യം പോലും ഇവർക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് അവരുടെ കുഞ്ഞല്ല. ഇത് പറയുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ സമയത്ത് ഇവൻ്റെ പ്രസവത്തിന് തൊട്ട് മുമ്പേ ഈശ്വരൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷനാകുകയാണ്. ഏറ്റവും നിഷ്കളങ്കമായൊരു സമയമാണ് ഗർഭപാത്രത്തിലെ കിടക്കുന്ന സമയം. സർ, ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യജന്മങ്ങളും. ഇപ്പം എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ ലക്ഷ്യം ഉണ്ടാവുമോ? ശരിക്കും ഒന്ന് വിശദമാക്കി തരൂ. അതായത് നമ്മളുടെ ഉപനിഷത്തുകളിൽ ഗർഭോപനിഷത്ത് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ഈ ഉപനിഷത്തിൽ ഒരു കുട്ടി എങ്ങനെയാണ് ജനിക്കപ്പെടുന്നത് എന്ന് വളരെ വിശദമായിട്ട് ഈ മോഡേൺ സയൻസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ അതിനെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി എങ്ങനെയാണ് ഒരു മാതാപിതാക്കളിൽ നിന്ന് രൂപപ്പെട്ട് ഗർഭപാത്രത്തിലെത്തി അവൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള അവൻ്റെ വളർച്ചകളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ച് വരുന്ന ഒരു ഉപനിഷത്താണ് ഗർഭോപനിഷത്ത്. അതിൻ്റെ അവസാനം ഒരു 9 മാസം ഈ കുട്ടി ഈ ഉദരത്തിൽ പിന്നിടുമ്പോൾ ഈ കുട്ടിക്ക് പൂർവ്വജന്മ സ്മൃതി ഉണ്ടാകും. ഞാൻ എന്തിനാണ് ജനിക്കപ്പെട്ടത് എന്ന് ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു ബോധ്യം വരും 9-ാം മാസത്തിൽ. കാര്യം പൂർണ്ണ വളർച്ചയിലേക്കൊക്കെ എത്തുമ്പോഴാണ് കുട്ടിക്ക് അത് ബോധ്യം വരുന്നത്. അങ്ങനെ വരുന്ന ഈ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ പല പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, പല പല അമ്മമാരുടെ പാല് കുടിച്ച് വളർന്നവനാണ്, പല പല കാര്യങ്ങൾ ചെയ്തവനാണ്. അതുകൊണ്ട് എൻ്റെ ഈ ജന്മം ഇങ്ങനെ പോയി, അടുത്ത ജന്മം ഇനി എടുക്കുന്ന ഈ ജന്മം കൊണ്ട് ഞാൻ സുഹൃതം ചെയ്ത് നല്ലവനായി മോക്ഷപ്രാപ്തി നേടേണ്ടി വരും എന്നവൻ ചിന്തിക്കുന്നു. ഈ സമയത്ത് ഇവൻ്റെ പ്രസവത്തിന് തൊട്ട് മുമ്പേ ഈശ്വരൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷനാകുകയാണ്. ഏറ്റവും നിഷ്കളങ്കമായൊരു സമയമാണ് ഗർഭപാത്രത്തിലെ കിടക്കുന്ന സമയം. കാര്യം അതിനുശേഷമാണ് നമ്മൾ മലീമസമാകുന്നത്. കാര്യം ഭൂമിയിലേക്ക് വരുമ്പോൾ തൊട്ടാണ്. ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ സമയത്ത് ഈ കുഞ്ഞ് വളരെ നിഷ്കളങ്കനാണ്. അവന് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മ വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് അവനോട് ഈശ്വരൻ പ്രത്യക്ഷനായി പറയുകയാണ്, മകനെ, നീ നാളെ അല്ല അടുത്ത ദിവസം നീ ഭൂമിയിലേക്ക് ജാതനാവും. നീ ഭൂമിയിൽ ജാതനാകുമ്പോൾ നീ സത്യത്തെ അന്വേഷിക്കണം. അങ്ങനൊരു മഹാദൗത്യം ഇവനോട് പറയുകയാണ്. ഇവൻ വളരെ വിനയത്തോടെ ഗർഭപാത്രത്തിൽ കിടക്കുകയും പറയും, ഞാൻ ഭൂമിയിൽ പോയി സത്യത്തെ അന്വേഷിക്കാം എന്ന് പറയുന്നു. അങ്ങനെ സത്യാന്വേഷണത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അവൻ ജനിക്കുകയാണ്. അപ്പോൾ സത്യാന്വേഷണത്തിന് വേണ്ടി ജനിച്ച ഈ വ്യക്തി ഭൂമിയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി ഒരു മായയാണ്. എല്ലാം ഉണ്ട് എന്ന തോന്നലാണ് ഈ മായയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലുള്ളവരെല്ലാം മായയിൽ പെട്ടൊഴുകുന്നവരാണ്. അവർക്ക് കൃത്യമായ ബോധ്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് അവർക്ക് അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട് ജീവിക്കണമെന്ന് അല്ലാതെ സത്യാന്വേഷണത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ ഈശ്വര ചൈതന്യത്തിൻ്റെ ബലത്തെക്കുറിച്ചുള്ള അറിവുകളോ ഒന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. അവർ മുൻപ് എന്തായിരുന്നോ അതിൽ നിന്ന് ഈ കുട്ടി കുറച്ചും കൂടെ ഉന്നതിയിലെത്തി ജീവിക്കണം എന്നുള്ള വിചാരമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ കുട്ടിയെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വളർത്താൻ ശ്രമിക്കും. തന്നെയുമല്ല, ഈ കുട്ടിക്ക് അവരുമായി ബന്ധമില്ല എന്നുള്ള സത്യം പോലും ഇവർക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് അവരുടെ കുഞ്ഞല്ല. ഇത് പറയുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയാണെന്നറിയാം? അതായത് ഈ കുട്ടി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ആത്മാവാണ് ആ കുട്ടിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ പല ജന്മങ്ങളിലൂടെ വരുന്ന ആത്മാക്കളാണ് ഈ കുട്ടിയുടെ ജീവചൈതന്യമായിട്ട് ആ കുട്ടിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി നമ്മുടേതായിട്ട് നമ്മൾ വളർത്താൻ കാരണം നമ്മുടെ ശരീര ആകാര രൂപങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ടാവും. അപ്പോൾ ഈ കുട്ടിയായിട്ട് ബന്ധമില്ലെന്ന് നമുക്കറിയാം. നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുട്ടിയായിട്ട് നമുക്ക് ബന്ധമില്ലെന്ന്. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടി ജനിച്ച് വീണ ഉടനെ പറയും, അച്ഛൻ്റെ കണ്ണാണ്, അമ്മയുടെ മൂക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുട്ടിയോട് ബന്ധം സ്ഥാപിക്കും. ഈ ബന്ധമില്ലെന്നുള്ള ഉള്ളിലൊരു ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഈ കൊച്ചിനോട് പറയും, അച്ഛൻ്റെ അതേ കണക്കായിരിക്കുന്നു, നീ അച്ഛൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആയിരുന്നു, അമ്മയുടെ രൂപമാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ബന്ധം സ്ഥാപിക്കും. അതിനുശേഷം എന്ത് പറയും? ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ കുഞ്ഞിനോട് പറയും, നമുക്ക് കാറില്ലായിരുന്നു, നമുക്ക് പണ്ട് ചെറിയ വീടായിരുന്നു,
അച്ഛൻ ഒത്തിരി പഠിക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് ഒത്തിരി പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നൊക്കെ കുട്ടിയോട് പറയും. അപ്പം ഈ കുട്ടിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, അത് അവർക്ക് നേടാൻ കഴിയാഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കും. എന്നിട്ട് ഈ മായയിൽ കിടക്കുന്ന മനുഷ്യന് അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് അവൻ്റെ ഇച്ഛ നിറവേറ്റാൻ അവൻ വളർത്തുന്നത് ഒരുതരം സ്വാർത്ഥതയാണ്. കുട്ടിയുടെ ഇച്ഛയല്ല നിറവേറ്റപ്പെടുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വേറൊരു ആത്മാവാണ്. ഈ കുട്ടിക്ക് നമുക്കറിയാം, നമുക്ക് ആത്മബന്ധമുള്ള ഒരു കുട്ടി നമുക്ക് പിറന്നെങ്കിൽ മാത്രമേ ആ കുട്ടി നമ്മളോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. ആത്മബന്ധം ഇല്ലാത്തവർ ജനിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം. ഞാൻ ഈ അടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് ഒരു മകൻ വന്ന് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ആത്മബന്ധം ഉണ്ടെങ്കിൽ, സ്വന്തം കുഞ്ഞാണെങ്കിൽ അങ്ങനെ വെട്ടിക്കൊല്ലാൻ തോന്നുമോ? അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ പറയും, അത് യഥാർത്ഥത്തിൽ ആത്മബന്ധമില്ലാത്ത വേറെ ഏതോ ആത്മാവാണ് ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് പിറന്നത്. ആ ആത്മാവാണ് ഇവരെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് വളർത്തുന്ന പലരും ഈ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പം ഒരു ബന്ധമില്ലാത്തവരായിരിക്കാം. അതുകൊണ്ടാണ് അവൻ വന്ന് നമ്മളെ വെട്ടിക്കൊല്ലുന്നതും അവൻ നമ്മളോട് ദേഷ്യപ്പെടുന്നതും അവൻ നമ്മളെ പറഞ്ഞ് അനുസരിക്കാതിരിക്കുന്നതൊക്കെ. അപ്പം മക്കളെ ലഭിക്കുമ്പം ആത്മബന്ധമുള്ള സന്താനങ്ങളെ ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു അച്ഛനും അമ്മയും ഭാഗ്യശാലികളായി ഭവിക്കുകയുള്ളെന്നാണ്. അപ്പോൾ ആത്മബന്ധമുള്ള കുഞ്ഞിനെ നമ്മൾ കിട്ടണം. അത് മഹാപുണ്യം ചെയ്തവർക്ക് മാത്രമേ, ആത്മപുണ്യം ചെയ്തവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സർ പറഞ്ഞില്ലേ, ദൈവം പറയുന്നത് സത്യത്തെ അന്വേഷിക്കാനാണെന്ന്. എല്ലാവരോടും പറയുന്നത് അത് തന്നെ ആയിരിക്കുമോ? അതെ, പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ അന്വേഷിക്കാനാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതിനകത്തൊരു കാര്യം പറയാം. ഈ ആത്മാവുമായിട്ട് ബന്ധമില്ലെന്ന് ബൈബിളിൽ പറയുന്നൊരു സംഭവം ഞാൻ പറയാം. അപ്പോൾ യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് ചെല്ലുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയി. ഈ സമയം അവിടെ അമ്മ മറിയമുണ്ട്. അമ്മ മറിയം വന്നിട്ട് മകനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മകനാണ് തനിക്കുള്ളത്, പക്ഷേ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ വ്യസനസ്ഥിതി, അവിടെ വീഞ്ഞ് തീർന്ന ആ വ്യസനാവസ്ഥയിൽ ഇവരെ എങ്ങനെ സഹായിക്കണമെന്ന് അമ്മ ആലോചിച്ചപ്പോൾ തൻ്റെ മകനെ ആശ്രയിക്കുകയാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന തൻ്റെ മകനോട് എന്ന് പറയുകയാണ്, മകനെ നീ എന്തെങ്കിലും ഇവിടെ പ്രവർത്തിക്കണം. ഉടനെ യേശുക്രിസ്തു ചോദിക്കുകയാണ്, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്തേ? ബൈബിളിലെ ഒരു വാചകം. അവരെ തള്ളിപ്പറയുകയാണ് യേശുക്രിസ്തു. എന്തുകൊണ്ടെന്നറിയോ? യേശുക്രിസ്തുവിനറിയാം ഞാൻ മറ്റൊരാത്മാവാണ്. എൻ്റെ ആത്മാവിനെ കടന്നു കയറി പ്രവർത്തിക്കാൻ ഇവർക്ക് അവകാശമില്ല. അവിടെ വെള്ളം കോരിക്കൊടുക്കാൻ പറയാം, പടുതാ വിരിക്കാൻ പറയാം, മറ്റ് പല കാര്യങ്ങളാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയാം. അതെല്ലാം എൻ്റെ ശരീരം ചെയ്യുന്ന ക്രിയകളാണ്. അതിന് മാത്രമേ അച്ഛനും അമ്മയ്ക്ക് അവകാശമുള്ളൂ. ആത്മാവ് പ്രവർത്തിക്കേണ്ടടുത്ത് ഇടപെടാൻ അമ്മയ്ക്ക് അവകാശമില്ല, അച്ഛനും അവകാശമില്ല. ഇത് നമ്മളെല്ലാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ മക്കളുടെ മേൽ അതാണ്, തൻ്റെ മകൻ തന്നോളമായാൽ താനാണെന്ന് നനയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ആ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവും നമ്മളുമായിട്ട് സംയോജിക്കുകയോ ഇല്ലെന്ന് നമ്മളാദ്യം പരിശോധിക്കണം. അവൻ അവൻ്റേതായ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അവൻ്റെ ആത്മാവിലൂടെ വന്നു പെട്ടിട്ടുണ്ട്. അതായിരിക്കും അവൻ നിറവേറ്റപ്പെടുന്നത്. നമ്മൾ അവന് വിലങ്ങുതടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ നമ്മളെ തള്ളിപ്പറയും. ഇപ്പം ശരിക്കും ദൈവങ്ങളുടെ ആണെങ്കിലും ഇപ്പം ഞാൻ തുടക്കത്തിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചതും അങ്ങനെ തന്നെ, ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളാണെന്ന്. അപ്പം ഇപ്പം ഓരോ മനുഷ്യജന്മത്തിനും ഇപ്പം എൻ്റെ ലക്ഷ്യമായിരിക്കില്ല സാറിൻ്റെത്. ഞാൻ എന്താവണം എന്നുള്ളത് അവിടെ നിന്ന് നിശ്ചയിച്ചിട്ടാണ് വിടുന്നത് എന്നൊരു വിശ്വാസം കൂടി നമുക്കുണ്ട്. അപ്പം സാർ ഇപ്പോൾ പറഞ്ഞതും നമ്മുടെ ഈ മുൻപ് ഇത്രയും കേട്ടിട്ടുള്ളതുമായിട്ട് നോക്കുമ്പോൾ രണ്ടും രണ്ടാണ്, വളരെ വ്യത്യസ്തമാണ്. ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞ എന്താണ്, സത്യം അന്വേഷിക്കണമെന്നാണ്. ഏത് കർമ്മത്തിനും സത്യമുണ്ട്. അപ്പോൾ സത്യം അന്വേഷിക്കുന്നതും ഇതുമായിട്ടൊരു ബന്ധമില്ല. സത്യാന്വേഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സബരിയാണ്. അതായത് നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വന്നത്, എല്ലാവരും അവനോട് ചോദിക്കണം, ഞാൻ ആരാണ്. ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി നമ്മൾ ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് വരുന്നവരെല്ലാവരും സ്വയം അന്വേഷിക്കണം. നമുക്കറിയാം, ഈ നമ്മളൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ബഹുഭൂരിപക്ഷം വ്യക്തികളെ ശ്രദ്ധിച്ചു. അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയല്ല ചെയ്തു തീർത്തത്. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണേലും നമ്മുടെ ഋഷീശ്വരന്മാരാണേലും ആയുർവേദം കണ്ടുപിടിച്ചവരും അങ്ങനെ പല പല മേഖലകളിൽ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഗ്രന്ഥങ്ങൾ എഴുതിയവരും ഒന്നും അവർക്ക് വേണ്ടിയല്ല ജീവിച്ചത്. അവർ സത്യത്തെ അന്വേഷിക്കുകയായിരുന്നു. അവരുടെ സത്യാന്വേഷണ ഫലങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. നമ്മളൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നും അന്വേഷിക്കാൻ ശ്രമിക്കുന്നില്ല. വല്ലവരും അന്വേഷിച്ചതിൻ്റെ
പിൻപറ്റി ജീവിക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്തിനാണ് വന്നെന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തന്നെ വേണം. അന്വേഷിച്ച് അതിലൂടെ സാക്ഷാത്കാരം നേടുമ്പോൾ മാത്രമേ നമ്മുടെ പൂർണ്ണത കൈവരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കും ആ കുട്ടിയെ പോലെ. ഞാൻ പറഞ്ഞു തീർത്തില്ല. അതായത് ഈ കുട്ടിയുടെ അവസാനം ഇവനെ ഇപ്പം അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് ജീവിച്ച് അവനൊരു ഡോക്ടറായാലും ഒരു എഞ്ചിനീയറായി, അങ്ങനെ വളർന്നു വലുതായി അവൻ മക്കളുടെ മക്കളൊക്കെ വൃദ്ധനായി അവനിങ്ങനെ മരണത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അവസാന ശ്വാസം വലിക്കുമ്പോൾ ഈശ്വരൻ വന്ന് ചോദിക്കുകയാണ്, മകനെ, വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നീ ജനിക്കാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു നീ സത്യത്തെ അന്വേഷിക്കണമെന്ന്. എന്തായി? ഉടനെ ഇവൻ പറയുകയാണ്, ഒന്നും ആയില്ല, എനിക്കൊന്നും കഴിഞ്ഞില്ല. കാര്യം എൻ്റെ അന്വേഷണം നടത്താൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ജനിച്ചത് മായയിലാണ്. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ച് പോയതല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ വന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു ചാൻസും കൂടെ തരണം. അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ വീണ്ടും ചാൻസ് വാങ്ങിച്ച് ജനിച്ചതാണ് നമ്മളെല്ലാവരും. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.